തിരുവനന്തപുരത്ത് അങ്കണവാടിയിൽ പിഞ്ചു കുഞ്ഞിനോട് അധ്യാപികയുടെ ക്രൂരത. മൊട്ടമൂട് പറമ്പുകോണത്തെ അങ്കണവാടിയിലാണ് 2.25 വയസ്സുള്ള കുഞ്ഞിന്റെ മുഖത്ത് പുഷ്പകല എന്ന ടീച്ചർ കൈവീശിയടിച്ചത്. കർശന നടപടിയെന്ന് ബാലാവകാശ കമ്മീഷൻ പ്രതികരിച്ചു. നിയമ നടപടിയുമായി മുന്നോട്ടെന്ന് കുട്ടിയുടെ പിതാവ്. ഇന്നലെ അങ്കണവാടിയിൽ നിന്നും തിരിച്ചെത്തി കുട്ടിയെ കുളിപ്പിക്കുന്നതിനിടെയാണ് രക്ഷിതാക്കൾ കുട്ടിയുടെ മുഖത്ത് പാടുകൾ ശ്രദ്ധിക്കുന്നത്. പിന്നാലെ രക്ഷിതാക്കൾ അങ്കണവാടി ടീച്ചറെ ബന്ധപ്പെട്ടെങ്കിലും ഫോൺ എടുത്തില്ല. തുടർന്ന് ആശാവർക്കറെ കൊണ്ട് ടീച്ചറെ വിളിപ്പിച്ചപ്പോഴാണ് ഫോൺ എടുത്തത്. ഇതോടെ രക്ഷിതാക്കൾക്ക് സംശയം ബലപ്പെട്ടു. ടീച്ചറിനെ വിളിച്ചപ്പോൾ ഫോൺ എടുക്കുന്നില്ല. ആയ വിളിച്ചപ്പോൾ ആയ ലീവാണെന്ന് പറഞ്ഞ്. പിന്നെ ആശാവർക്കറിൻ്റെ വീട്ടിൽ പോയി വിളിച്ചപ്പം ടീച്ചർ ഫോൺ എടുത്ത്. ടീച്ചർ പറഞ്ഞ് അവരവിടെ ഉണ്ടായിരുന്നു രാവിലെ തൊട്ട് വൈകിട്ട് വരെ. ഇങ്ങനൊരു സംഭവം നടന്നിട്ടില്ല. ഇന്നലെ ടീച്ചറായ പുഷ്പകലയും ആശാവർക്കറും മാത്രമാണ് അങ്കണവാടിയിൽ ഉണ്ടായിരുന്നത്. ആയ അവധിയായിരുന്നു. നിയമ നടപടിയുമായി മുന്നോട്ട് പോകാനാണ് കുഞ്ഞിന്റെ രക്ഷിതാക്കളുടെ തീരുമാനം. അവര് സമ്മതിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇതുമായിട്ട് മുന്നോട്ട് പോകണം. കാരണം ഇന്ന് എന്റെ ക്വസ്റ്റിനെങ്കിൽ നാളെ വേറൊരു ക്വസ്റ്റിനാവല്ല. സംഭവത്തിൽ റിപ്പോർട്ട് ആവശ്യപ്പെടുമെന്നും തുടർ നടപടി സ്വീകരിക്കുമെന്നും ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ KV മനോജ് കുമാർ പ്രതികരിച്ചു. ഇത്തരമൊരു പ്രവൃത്തി ഒരു അംഗൻവാടി വർക്കറിൽ നിന്നുണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ശക്തമായ നടപടികൾ ഉണ്ടാവണം. അതിനാവശ്യമായ ഇടപെടൽ കമ്മീഷന്റെ ഭാഗത്തുനിന്നുണ്ടാവും. ഇന്നലെ രാത്രി തന്നെ കുട്ടിയെ തൈക്കാട് അമ്മയും കുഞ്ഞും ആശുപത്രിയിൽ എത്തിച്ചിരുന്നു. വിദഗ്ധ പരിശോധനയ്ക്കായി തിരുവനന്തപുരം SAT ആശുപത്രിയിലേക്ക് മാറ്റി. കുഞ്ഞിന്റെ കർണപുടത്തിൽ തകരാറുണ്ടോ എന്നാണ് പരിശോധിച്ചു വരുന്നത്. തൈക്കാട് ആശുപത്രി അധികൃതർ വിവരം തമ്പാനൂർ പോലീസിന് കൈമാറിയിട്ടുണ്ട്. ഷഫീദ് റൌത്തർ, 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.